ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹൈ സയൻസ് വേൾഡ്. അപ്പോൾ നമ്മളിന്നൊരു കുട്ടി വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോയിൽ മറ്റൊന്നുമല്ല, നമ്മുടെ സ്കൂളൊക്കെ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ജൂൺ 4 സ്കൂൾ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോഴേക്കും രണ്ടുപേരുടെയും മുടിയൊക്കെ നിറയെ വളർന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി സെറ്റാക്കണം. കാരണം സ്കൂളിൽ നമുക്ക് രണ്ടിടവും പിന്നിയൊക്കെ കൊടുക്കണ്ടേ. അപ്പോൾ ഒന്ന് സെറ്റാക്കാൻ വേണ്ടി ഞങ്ങളൊരു പാർലറിൽ വന്നിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് കേട്ടോ രണ്ടുപേരെയും പാർലറിൽ കൊണ്ടുപോയി ഹെയർ കട്ട് ചെയ്യുന്നത്. രണ്ടുപേരുടെയും മുടി ഞാൻ തന്നെയാണ് സാധാരണ വെട്ടി കൊടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ കുട്ടികൾക്ക് ഇത്തിരി അറിവ് കൂടിയെന്ന് തോന്നുന്നു. അവരായിട്ട് തന്നെ തിരിച്ച് എന്നോട് പറഞ്ഞു, നമുക്ക് പുറത്ത് പോയി വെട്ടാം, കുറച്ചുകൂടി നന്നായിട്ട് ഹെയർ കട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ കരുതിയെങ്കിൽ ശരി, അവരുടെ സന്തോഷമല്ലേ. അങ്ങനെ ഞങ്ങൾ കവിത ചേച്ചിയുടെ പാർലറിലാണ് പോയത്. അവിടെ ചെന്നപ്പോൾ ചേച്ചി മുടിയൊക്കെ നന്നായി നോക്കി. അപ്പോൾ രണ്ടുപേരുടെയും കേളി ഹെയർ അല്ലേ, അപ്പോൾ അത്യാവശ്യം ഉടക്കൊക്കെ വരുന്ന ഒരു ടൈപ്പ് ഓഫ് മുടിയാണ്. അപ്പോൾ എപ്പോഴും മുടിയുടെ ഉടക്കൊക്കെ എടുത്തിട്ടാണ് പോയത്. അവിടെ ചെന്നു. അപ്പോൾ അയിനയുടെ ആദ്യം തന്നെ ചേച്ചി കട്ട് ചെയ്തു. യു ഷേപ്പിൽ തന്നെ വെട്ടിയാൽ മതി എന്ന് പറഞ്ഞു. ഒത്തിരി കട്ട് ചെയ്ത് കളഞ്ഞില്ല കേട്ടോ, കാരണം ഇവിടെ വീട്ടിൽ ഒത്തിരി ഒന്നും കട്ട് ചെയ്യാൻ വീട്ടിൽ സമ്മതിക്കില്ല. അപ്പോൾ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഹൈസൂട്ടിക്ക് ഭയങ്കര സന്തോഷം. കറങ്ങുന്ന ചെയറിലൊക്കെ ഇരുത്തിയപ്പോഴത്തേക്ക് ഒരു പവറൊക്കെ കയറിയിട്ടുണ്ട്. ഞാൻ കരുതിയില്ല കേട്ടോ, ഹൈസൂട്ടി ഇത്രയും നന്നായിട്ട് ഇരുന്ന് കൊടുക്കുമെന്നൊന്നും ഞാൻ കരുതിയില്ല. കാരണം ഇവരുടെ രണ്ടുപേരുടെയും മുടിയിൽ വേറെ ആരും അങ്ങനെ എന്താ പറയുന്നത് ഉടക്കെടുക്കാനോ ചീപ്പാനോ ഒന്നും സമ്മതിക്കില്ല കേട്ടോ. രണ്ടുപേർക്കും നോവെന്ന് പറഞ്ഞ് ഞാൻ തന്നെ ചെയ്യുന്നതാണ് ഇഷ്ടം. ഞാൻ തന്നെ ചെയ്യാനേ സമ്മതിക്കത്തുള്ളൂ. ആദ്യമായിട്ടാണ് പുറത്ത് പോയിട്ട് ഇങ്ങനെ ഇരുന്ന് കൊടുക്കുന്നതൊക്കെ. അയിനയുടെ ഹെയർ കട്ട് കഴിഞ്ഞപ്പോഴേ അവൾ ഹാപ്പിയായി. അവൾക്ക് ഒത്തിരി സന്തോഷമായി. അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കട്ട് ചെയ്തത്. അതിനുശേഷം നമ്മുടെ ഹൈസൂട്ടിയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. അത്യാവശ്യം നന്നായി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടിടവും കെട്ടത്തക്ക രീതിയിൽ ഇത്തിരി വെച്ചിരിക്കണമെന്ന് പറഞ്ഞു. നമുക്ക് സ്കൂളിലൊക്കെ അല്ലെങ്കിൽ ബോ വെച്ചുകൊണ്ട് വന്ന ബുദ്ധിമുട്ടായതുകൊണ്ട്, കേളി ഹെയർ ആയതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് ഒരു ഇത്തിരി പാടുള്ള കാര്യം തന്നെയാണ്. എനിക്ക് രാവിലെ ഏറ്റവും കൂടുതൽ സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിൽ എൻ്റെ സമയം കളയുന്ന ഒരു പരിപാടി രണ്ടുപേരുടെയും മുടികെട്ടൽ പരിപാടിയിലാണ്. അങ്ങനെ ആ ചേച്ചി രണ്ടിടവും ഒക്കെ കെട്ടി നല്ല മാമാട്ടിക്കുട്ടിയുടെ കണക്കൊക്കെ ആക്കിയിട്ടുണ്ട്. ഹൈസൂട്ടി UKGയിലാണ് കേട്ടോ പഠിക്കുന്നത്. കിഡ്സ് വേൾഡ് സ്കൂളിലാണ് എൻ്റെ. അപ്പോൾ അവിടെ LKG UKGക്ക് മുടി ഇന്ന രീതിയിൽ കെട്ടണമെന്നില്ലേ, ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കെട്ടാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൈസൂട്ടി ഇങ്ങനെ ഓരോ ദിവസവും നിൽക്കുക, എനിക്ക് ഇന്ന സ്റ്റൈലൊക്കെ ഇട്ട് എന്നുള്ള രീതിയിൽ അവൾ തന്നെ പുതിയ പുതിയ സ്റ്റൈൽ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ അവളുടെ മുടി എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ കലാവിരുത് കാണിക്കാനുള്ള ഒരു സ്ഥലമാണ്. ഹൈസൂട്ടി പെട്ടെന്ന് കണ്ണാടിയിലേക്കൊക്കെ ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട് കേട്ടോ. ആൾ ഹാപ്പിയായി. അങ്ങനെ പുറത്തിറങ്ങി നിന്ന് എല്ലാം ഓക്കെ അല്ലേ എന്നുള്ള രീതിയിൽ രണ്ടുപേരും നിന്നൊക്കെ എന്നെ കാണിക്കുന്നുണ്ട്. മുടിയൊക്കെ വെട്ടി നല്ല സ്റ്റൈലായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടമായോ രണ്ടുപേരുടെയും മുടി വെട്ടിയത്? മുടി കൂടുതലുള്ളതായിരുന്നോ അതോ കട്ട് ചെയ്തതാണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായത്? അങ്ങനെ വീട്ടിൽ വന്നു രണ്ടുപേരും മുടിയൊക്കെ കൊണ്ട് ചെന്ന് ഉമ്മായി കാണിക്കുകയാണ് കേട്ടോ, സ്റ്റൈലൊക്കെ കാണിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കുട്ടി വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്